എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ വന്ദനം. യൂദയുടെ ലേഖനം 3-ാം വാക്യം, അതിന്റെ പ്രാരംഭ ഭാഗം വായിക്കുന്നു. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് തോന്നി. പൊതുവിലുള്ള രക്ഷ. യൂദ പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ രക്ഷയെക്കുറിച്ച് തിരുവെഴുത്ത് വളരെ വിശദീകരിച്ച് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇബ്രാഹിം ലേഖനത്തിൽ പറയുന്ന ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മുതൽ മുടക്കില്ലല്ലോ, നമുക്ക് ചെലവൊന്നുമില്ലല്ലോ. ക്രൂശിൽ നമുക്ക് യാഗമായി തീർന്ന, നമുക്ക് വേണ്ടി വില കൊടുത്ത കർത്താവിനെ വിശ്വാസത്താൽ അംഗീകരിക്കുക മാത്രമാണല്ലോ നാം ചെയ്യേണ്ടത്. അതെല്ലാവർക്കും കോമൺ ആണ്, ആർക്കും സ്വീകരിക്കാൻ തക്കവണ്ണം രക്ഷ കോമൺ ആണ്. അതാണ് തിരുവെഴുത്ത് പറയുന്നത്, ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും മനസാന്തരപ്പെടണം എന്ന് ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്നു. ദൈവത്തിന്റെ ആഗ്രഹമാണ്. ആരും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നുമില്ല. എന്നാൽ ഈ രക്ഷയെക്കുറിച്ച് നമ്മളെ പഠിക്കുമ്പോൾ രക്ഷയെ നമുക്ക് 3 പാർട്ടായിട്ട് പഠിപ്പാൻ കഴിയും. ഒന്ന്, കംപ്ലീറ്റഡ് സാൽവേഷൻ, പൂർത്തീകരിക്കപ്പെട്ട രക്ഷ. എബ്രായ ലേഖനം 10-ാം അധ്യായം നാം പഠിക്കുമ്പോൾ ഇനി പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ശേഷിക്കുന്നില്ല. കാരണം യേശു ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി രക്ഷയുടെ പൂർത്തീകരണം നിവർത്തിച്ചു കഴിഞ്ഞു. ഇനി രക്ഷയ്ക്ക് വേണ്ടി ഒരു യാഗവും ശേഷിക്കുന്നില്ല. പാവപരിഹാരത്തിനായിട്ട് ഒരൊറ്റ യാഗങ്ങളും ഇനി ശേഷിക്കുന്നില്ല. യാതൊരു വിധമായ പ്രവൃത്തികളും ഇനി ശേഷിക്കുന്നില്ല. അപ്പോൾ കർത്താവ് ക്രൂശിൽ നിവർത്തിച്ച രക്ഷ കംപ്ലീറ്റഡ് സാൽവേഷൻ എന്ന് പറയാം. രണ്ടാമത് നാം പഠിക്കുമ്പോൾ പത്രോസ് പറയുന്ന ഒരു കാര്യമാണ്. 1 പത്രോസ് 2-ാം അധ്യായം 1-ാം വാക്യം നാം വായിക്കുമ്പോൾ, രക്ഷയ്ക്കായി വളരുവാൻ തക്കവണ്ണം ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. പ്രോഗ്രസീവ് സാൽവേഷൻ, രക്ഷയ്ക്കായി വളരുക. രക്ഷിക്കപ്പെട്ട നമ്മൾ രക്ഷയ്ക്കായി വളർന്നുകൊണ്ടേയിരിക്കുക. നമ്മുടെ കൂട്ടായ്മകൾ എന്തിനു വേണ്ടിയാണ്? അതിനുവേണ്ടിയാണ്. നമ്മുടെ വചന കേൾവി അതിനുവേണ്ടിയായിരിക്കണം. നമ്മുടെ ആരാധന, നാം മറ്റ് കാര്യങ്ങൾ, ആത്മീയ കൂട്ടായ്മകളിൽ സംബന്ധിക്കുന്ന എല്ലാം തന്നെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച് വളരാൻ വാഞ്ചിക്കുകയാണ്. അതാണ് പ്രോഗ്രസീവ് സാൽവേഷൻ എന്ന് പറയാം. വളർന്നുകൊണ്ടിരിക്കുന്ന രക്ഷ. രക്ഷയ്ക്കായി വളരണം. മറ്റൊന്നാണ് പത്രോസ് തന്നെ പറഞ്ഞ ഒരു ഭാഗമാണ് 1 പത്രോസ് 1:4. അന്ത്യകാലത്ത് വെളിപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്കായി ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും. അപ്പൊ അന്ത്യകാലത്ത് വെളിപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ, ഫൈനൽ സ്റ്റെപ്പ് ഓഫ് സാൽവേഷൻ. അതാണ് നമ്മുടെ രക്ഷയുടെ ഫൈനൽ സ്റ്റെപ്പ്. അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ. അത് നമ്മുടെ കർത്താവിന്റെ വരവിങ്കൽ നാം ആ രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ്. എന്നാൽ നമുക്ക് വളർച്ചയില്ലെങ്കിലോ? ഗലാത്യ ലേഖനത്തിലും മറ്റും പൗലോസ് പറയുന്നത്, അവകാശി ശിശുവായിരിക്കുന്നിടത്തോളം കാലം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. നമ്മൾ ഇന്നും വളർച്ച പ്രാപിക്കുന്നില്ലെങ്കിൽ ദാസനേക്കാൾ ഒട്ടും മെച്ചപ്പെട്ടവനല്ല. എന്നാൽ
ഒരിക്കലായി നമുക്ക് വേണ്ടി ഏകയാഗമായി തീർന്ന ആ കർത്താവ് നിവർത്തിച്ച രക്ഷ, ഇനി രക്ഷയ്ക്കായി മറ്റൊരു വഴിയും ഇല്ല. അതനുഭവിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നെങ്കിൽ നാം ഓരോ ദിവസവും രക്ഷയ്ക്കായി വളർന്നുകൊണ്ടിരിക്കുകയും ഒടുവിൽ രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് അന്ത്യകാലത്ത് വെളിപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്കായി എത്തുവാൻ തക്കവണ്ണവും ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും.